മൂവി ഞാൻ സത്യം പറഞ്ഞ പ്രേക്ഷകരെ പോലെ ഞാനും ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ വന്നു, അഭിനയിച്ചു, നമ്മുടെ ഷോർട്സ് കഴിഞ്ഞ് പോയി. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോറി കണക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് പേര് നല്ല അഭിപ്രായം പറയണ കേട്ടപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഫെമി എന്നുള്ള ക്യാരക്ടർ തന്നതിന് ഞങ്ങളുടെ ഡയറക്ടറിനോടും അതുപോലെ പ്രൊഡ്യൂസറിനോടും പിന്നെ എന്നെ നന്നായി കാണിച്ചതിന് നമ്മുടെ ക്യാമറമാനോടും എല്ലാ ടീമിനോടും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ ഒരുപാട് നല്ല ആർട്ടിസ്റ്റ്, സാക്ഷി, ഷഹീൻ ചേട്ടൻ, അഷ്കറിക്ക, അങ്ങനെ കുറേ നല്ല ആർട്ടിസ്റ്റ് നിരക്കുന്ന അതുപോലെ സീനിയർ ആർട്ടിസ്റ്റും ഉണ്ട്. അവരൊക്കെ ഉള്ളൊരു സിനിമയാണ്. ആ സിനിമയുടെ ഒക്കെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ് സിനിമ. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ട കുറച്ച് പേര് ഞങ്ങളോട് നല്ല അഭിപ്രായം പറഞ്ഞു. അത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ കാണണം, കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റിനും ഇനിയും നല്ല നല്ല സിനിമകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. താങ്ക് യു. എനിക്ക് ബെസ്റ്റ് ഇൻ ഗുഡ് ടേംസ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് കുറേ ഉണ്ട്. കുറച്ചധികം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ കേരളത്തിൻ്റെ പല സ്ഥലത്തുനിന്നായിട്ട് സിനിമ കണ്ടിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മോർണിംഗ് ഷോ ആയതുകൊണ്ട് അവരൊക്കെ കുറച്ച് പേര് വർക്കിംഗ് ഒക്കെയാണ്, വെയിറ്റ് ചെയ്യുന്നു എൻ്റെ ബെസ്റ്റീസൊക്കെ സിനിമ കാണാനും. ഇൻ ഗുഡ് ടേംസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഞങ്ങളുടെ ഈ സിനിമയായാലും ഇൻ ഗുഡ് ടേംസ് ആണ് ബെസ്റ്റീനെ കാണിക്കുന്നത്. അപ്പോൾ അതെന്തായാലും പ്രേക്ഷകരെല്ലാവരും അത് അറിയാൻ വേണ്ടി സിനിമ എന്തായാലും കാണണം എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. ഈ ഒരു സിനിമ അത് മാറുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമ ഇൻ ഗുഡ് ടേംസ് ബെസ്റ്റി അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഡയറക്ടറും ടീമും ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ സിനിമ കാണാം. ഉറപ്പായിട്ടും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് തന്നെ ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ കാണണം. നിങ്ങളുടെ അഭിപ്രായം, എല്ലാവരുടെയും അഭിപ്രായം ഞങ്ങളെ പേഴ്സണലി അറിയിക്കണം. താങ്ക് യു. ബെസ്റ്റ് നല്ല ഗംഭീര സിനിമയാണ്. ശക്തി അഗർവാളിന്റെ ഗംഭീര നായക വേഷം, പിന്നെ സർവാണ നമ്മുടെ കൂട്ടുകാരിയാണ്, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഷാഹിൻ സിദ്ദിഖേട്ടൻ കൂട്ടുകാരാണ്. പിന്നെ അസ്ഹർ സൗദാൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫൈറ്റ് മരണമാസ് ഫൈറ്റാണ്, സെന്റിമെന്റ്സ് ഉണ്ട്, ലവ് ഉണ്ട്, ട്രാജഡി ഉണ്ട്, എല്ലാവിധ ശൈലികളും ഒരുക്കിയ ഒരു മുസ്ലിം ടൈപ്പിൽ ഒരുക്കിയ ഒരുപാട് ഗാനങ്ങൾ സിനിമയൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ സുരേഷ് കൃഷ്ണ സാറുണ്ട്, പിന്നെ സാദിഖുണ്ട്, പിന്നെ ഒരുപാട് സുധീർ കരമന, ഒരുപാട് പുതുമ നടന്മാർ അഭിനയിച്ച സിനിമയാണ്. ഗംഭീര വരവേൽപ്പനെയാണ് സിനിമ കിട്ടുന്നത്. കാരണം ഇതൊരു പോപ്കോൺ മൂവി എന്ന് തന്നെ പറയാം. ഒരു ലൈറ്റ് പോപ്കോൺ കഴിച്ചൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് കോമഡി സിനിമ. ഷാഹിൻ സിദ്ദിഖും നമ്മുടെ അസ്ഹർ സൗദാനും ഗംഭീരമായിട്ട് മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് പേരുണ്ടല്ലോ. എന്തായാലും നല്ലൊരു കളർഫുൾ സിനിമ, ചിരിക്കാനുണ്ട്. പല പടത്തിലെ പല ചേരുവകളും നമുക്ക് റിയൽ ലൈഫായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആകും. പക്ഷെ എൻ്റെ ലൈഫായിട്ട് കണ്ടിട്ടല്ല, നമ്മളൊരു ലൈക്കുള്ളൂ. എന്താ ബെസ്റ്റിയുടെ അർത്ഥം പറഞ്ഞു തരും? ഇല്ല. പിന്നെ സുഹൃത്തുക്കളില്ല, എന്തോരം പേരുണ്ട് ബെസ്റ്റിമാര്. ഒരുപാട് പേരുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റിങ് മാത്രമേ ഉള്ളൂ. നേരിട്ട് കാണുന്നവർ കുറവാണ്. എന്നാലും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നത്. ആണ് ഇപ്പോൾ റിവ്യൂ മേഖലയിൽ വന്ന പിന്നെ ഒരുപാട് 10,000 പ്രൊഫൈൽ വരുന്നത് മെസ്സേജ്. സന്തോഷമുണ്ട്. எனக்கு ஆக்சுவலி ரொம்ப 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 சந்தோஷமாக இருக்குது. ஆனஸ்ட்லி ஐ ஃபீல் ஐ எம் வெரி பிளெஸ்ட். ஏன்னா உங்கள் எல்லார் முன்னாடி, மலையாளம் மக்கள் முன்னாடி பெரிய ஸ்க்ரீனில் என்னோடய ஸ்டன்ஸ் பார்க்கும்போது, என்னோடய டான்ஸ் பார்க்கும்போது ஒரு ஆக்டருக்கு அதுதானே வேணும், அந்த ஒரு சாட்டிஸ்ஃபேக்ஷன் எனக்கு கிடைச்சிருக்கு. ஐ ஃபீல் ஹாய் எக்ஸலென்ட் பெர்ஃபார்மன்ஸ். குட் லுக்கிங். ஸோ அந்த ஒரு சாட்டிஸ்ஃபேக்ஷன் எனக்கு கிடைச்சிருக்கு. ரொம்ப ரொம்ப நல்லா இருக்குது. மொத்த கதையை பார்க்கும்போது பயங்கர ஸ்பீடாக, பயங்கர கனெக்டடாக, பயங்கர இன்ட்ரெஸ்டிங்காக இருக்குது. ஏன்னா ஃபீமேல் ஸ்டன்ஸ் நீங்கள் ரொம்ப வருஷம் கழிச்சு தானே பார்க்குறீங்க ஸ்க்ரீனில், கரெக்ட் தானே? ஸோ டெய்லி இந்த மாதிரி படம் வராது. ஒரு டிஃப்ரெண்ட்டான கான்செப்டில் படம் பண்ணியிருக்கோம். நான் இப்போ சொல்ல முடியாது, நீங்கள் தியேட்டரில் வந்து பாருங்கள் படம். பட் ஐ ப்ராமிஸ் உங்களுக்கு எல்லாருக்கும் படம் பிடிக்கும். இட்ஸ் அ ஃபீல் குட் மூவி. அண்ட் டெஃபினெட்லி நீங்கள் பர்சனலாக தியேட்டரில் போயிட்டு படம் பார்க்கணும். மற்ற ரிவ்யூஸ் கேட்காம படம் பாருங்கள், எனக்கு ஃபீட்பேக் கொடுங்க. நிறைய ஹார்ட் ஒர்க் பண்ணியிருக்கோம் மொத்த டீம். The camera, direction, everything is amazing, guys. So do watch the film.
താങ്ക് യു സോ മച്ച്. ഐ എം വെരി ഹാപ്പി. കണ്ടോ മൂവി കണ്ടോ? ആ ഓക്കെ. നല്ല മൂവിയാണ്. നല്ല കോമഡിയും സ്റ്റണ്ടും പ്രണയവും ഫാമിലിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി മൂവിയാണ്. ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി തന്നെയാണ്. ശരിക്കും കറക്റ്റ് ഒരു റിവ്യൂ അറിയണമെങ്കിൽ അടുത്ത ഷോ കഴിയണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതെ, ഇതിപ്പോൾ ഞങ്ങളുടെ ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, താങ്ക് യു. മൂവി ഇപ്പം എല്ലാവരും കണ്ടിട്ടിറങ്ങി. ഇതിൽ ഈ ഷോയിൽ മെയിനായിട്ട് ഇതിനുള്ള കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളും ക്രൂവും ഒക്കെയാണ്. സോ നമ്മളൊക്കെ പല വട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ സീൻസും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഷോയ്ക്കാണല്ലോ ഇപ്പോൾ പബ്ലിക് കയറുക. അപ്പോൾ അവരുടെ അടുത്തു നിന്നാണ് നമുക്കൊരു ജെന്യുവിൻ റിവ്യൂ കിട്ടേണ്ടത്. നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ വർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഇതിനകത്ത് ഒരുപാട് നല്ല നല്ല മാപ്പിള പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫൈറ്റ് സീൻസ് ഉണ്ട്. അത് പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ പറയുന്നുണ്ട്. അതുപോലെ പ്രണയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്നൊരു നല്ല പീസ്ഫുൾ മൂവിയാണ്. പിന്നെ ആൾക്കാരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കേടാ, താങ്ക് യു. നല്ലൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഒരു എന്താ പറയുക, നല്ലൊരു ഫീലിങ്സ് ഉണ്ട്. കൊള്ളാം, നല്ല സൂപ്പർ മൂവി. 2K കിഡ്സിൽ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതൊന്നും അതിലില്ല. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബെസ്റ്റി എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ബെസ്റ്റി ലുക്ക് നമ്മളെ 2K ആ ലെവലിൽ പോകുന്നു. പക്ഷെ അതൊന്നല്ല, കഥ ടോട്ടലി ഒരു കോമഡി, ഒരു എന്താ പറയുക, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. കൊള്ളാം, ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ടായില്ല, കണ്ടിരിക്കാം. നമസ്കാരം. ഞാൻ ബെസ്റ്റ് ഷോ കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചിത്രം കാണുക എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രം. നമ്മളല്ലല്ലോ പറയുന്നത്, പ്രേക്ഷകരല്ലേ ഇനി പറയേണ്ടത്. എല്ലാവരും കാണട്ടെ, ചിത്രം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാന്നേ ഉള്ളൂ. വളരെ സന്തോഷം. താങ്ക്സ്. ബെസ്റ്റ് പടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സിദ്ദിഖിക്കയുടെ മകൻ ഗംഭീരമായിട്ട് ചെയ്തു. അതുപോലെ മമ്മൂക്കയുടെ സഹോദരി അഷ്കറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തൊരു പടമാണ്. ബെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തെറ്റിദ്ധാരണ, പക്ഷേ ഇത് തെളിയിച്ചു. നല്ലൊരു സിനിമയാണ്, ഫാമിലിക്ക് കാണാം. ഇന്നത്തെ ചങ്ങാത്തം, ന്യൂജൻ ചങ്ങാത്തം എന്താണ് തെളിയിച്ചിരിക്കുന്ന ഒരു മൂവിയാണ്. ഭയങ്കര രസമായി പോയി. കാരണം നമ്മുടെ നിഷയൊക്കെ ഇരുന്ന് കരയാണ്. പണ്ട് ഏതൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ, ഇവിടെ ഈ പടം കണ്ടപ്പോൾ കരഞ്ഞു. എന്താ അങ്ങനെ സംഭവിച്ചത്? ചെറിയൊരു ഓർമ്മ വന്നു. അപ്പോൾ ഒരു ചെറിയൊരു സങ്കടം പോലെ വന്നു. സിനിമ നല്ലതാണ്. പ്രണയം ഇഷ്ടപ്പെടുന്നവരുണ്ട്, പിന്നെ ഫൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രണയം ഇഷ്ടപ്പെടുന്നവരും തേപ്പ് കിട്ടിയവരൊക്കെ എന്തായാലും ഉറപ്പായിട്ടും കാണും. നല്ല പടം എല്ലാവരും കാണണം. ബെസ്റ്റ് സംഭവം തന്നെ, അടിപൊളി അല്ലേ? തിയേറ്ററിൽ വന്ന് പ്രണയം മാത്രമല്ല കേട്ടോ ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പിനെയും നമുക്ക് ബെസ്റ്റ് എന്ന് പറയാം. അങ്ങനെയൊക്കെ. ഞങ്ങൾ അടുത്ത പടം ഉണ്ട് കാണട്ടെ.